അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന വിഷമതകൾ പരിഹരിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് അരൂർ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഗതാഗത തടസ്സങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ചന്ദിരൂർ തക്യാവ് മദ്രസ ഹാളിൽ ഉയരപ്പാത നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായി ഇന്ന് ചർച്ച നടത്തി. തുടർ നടപടിയായി നാളെ രാവിലെ ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിൽ ധർണയിരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് അംഗങ്ങൾ. വാർത്തകൾ വിശദമായി. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന വിഷമതകൾ പരിഹരിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അരൂർ പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഗതാഗത തടസ്സങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ചന്ദിരൂർ തക്യാവ് മദ്രസ ഹാളിൽ ഇന്ന് ചർച്ച നടന്നു. Smoothly go for that vehicle and with this LHS side. No issue like that. So that's the Ashoka is given for the letter also. So I take the tomorrow site visit and I take the photo and submit to the collector also. So any issue you tomorrow also you come with one person is along with me. You check for the site also. We can visit now. No? Just now we are all here. Yeah. Why don't you visit now? Yeah. Then we can visit now, no, and inspect the property. Otherwise, tomorrow it's will be very difficult. Tomorrow is a working day also. Yeah. Tomorrow we have to open this passage. Okay. There must be vehicles. Okay. So let us visit now. Yeah. Only for Arur to Eramalur the issue. But We are only visiting or telling about our Panchayat supply. Yeah. That is when we consider that Panchayat supply. We are only considering. അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖ്യ ആന്റണിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി കൺസൾട്ടിംഗ് എഞ്ചിനീയർ ദേവരാജ്, അശോക് ബിൽകോൺ കമ്പനി കമേഴ്ഷ്യൽ മാനേജർ സനാതനൻ എന്നിവർ പങ്കെടുത്തു. സ്കൂളുകൾ അടച്ചിട്ടതിനെതിരെയും കളക്ടറുടെ നടപടികളുടെ പോരായ്മയെക്കുറിച്ചും ഗതാഗത തടസ്സം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനപ്രതിനിധികൾ ശക്തമായി വിമർശനമുന്നയിച്ചു. തുടർ നടപടിയായി നാളെ രാവിലെ ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിൽ ധർണയിരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് അംഗങ്ങൾ. ഇന്ന് നടന്ന ചർച്ചയിൽ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന സഞ്ചാര സ്വാതന്ത്ര്യ ധ്വംസനം അടക്കമുള്ള വിഷമതകൾ ഒഴിവാക്കാനുള്ള നടപടികൾ എടുക്കാമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഉയരപ്പാത നിർമ്മാണ പ്രതിനിധികൾ അംഗീകരിച്ചു. ഇതേവരെ കളക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് വ്യാപകമായ വിമർശനങ്ങളാണ് പഞ്ചായത്ത് അംഗങ്ങൾ ഉയർത്തുന്നത്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഇവിടുത്തെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളെയും മുഴുവൻ കുടുംബശ്രീ പെണ്ണുങ്ങളെയും അരൂർ പഞ്ചായത്തിൽ 55,000 ജനങ്ങളുണ്ട്. അതിൻ്റെ വേണ്ടി പകുതി ആൾക്കാരെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇവർക്ക് താങ്ങാൻ പറ്റാത്ത രൂപത്തിൽ, ഒരിക്കലും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു പോലീസിനോ കളക്ടർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ബഹുജീവന സമരം ഞങ്ങൾ ഈ 2 ദിവസം കൊണ്ട് നടത്തും. ഈ പരിപാടി ശരിയായില്ല. നമുക്ക് പൊടിപടലം കൊണ്ട് കുട്ടികൾക്ക് നടക്കാൻ പറ്റില്ല. വാഹനത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും അത് നിങ്ങൾക്ക് കൂടി പ്രയോജനകരമായി ചെയ്യണം. അതല്ലെങ്കിൽ വീട്ടിൽ ജനങ്ങൾ ബുദ്ധിമുട്ടും അതിനനുസരിച്ചുള്ള പ്രതിഷേധങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ രണ്ടാമത് സാർ ഇത്രയും ദിവസം ചെയ്ത വർക്കുകളെല്ലാം കമ്പനിക്ക് നഷ്ടമായിട്ട് മാറും. പിന്നെ ഈ കളക്ടറുടെ ഒരു തീരുമാനം, കളക്ടറുടെ ഒരു നിലപാടുകൾക്കനുസരിച്ച് അബദ്ധജടിലമായ തീരുമാനമാണ് കളക്ടർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഈ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകൾക്ക് അവധി കൊടുത്തു. പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന കുട്ടികൾ അതർ ജില്ലയിൽ നിന്ന്, എറണാകുളം ബേസ് ചെയ്ത കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസം വരെ മുടങ്ങി. ഇവിടെ നിന്ന് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് മറ്റു സ്കൂളുകളിലേക്ക് പഠിക്കുന്നുണ്ട്. അവിടേക്ക് ക്ലാസ് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. വാഹനം ഓടിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണ്ടേ? അത് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? അതില്ല. അവിടെയാണ് പ്രശ്നം. ഇത് ഇപ്പൊ നമ്മളിവിടെ സ്കൂൾ മുടങ്ങി, ഇവിടെ കുടിവെള്ളം മുടങ്ങി, ജനങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇതൊന്നും ഇവരെ അശോക ബിൽഡേഴ്സിന് അവർക്ക് വിഷയമേ അല്ല. ഇന്നലത്തെ സമരവുമായി ബന്ധപ്പെട്ട് NHന്റെ അധികൃതരുമായും അശോകയുടെ കോൺട്രാക്റ്റിലെ ഏരിയയുമായും എല്ലാം പഞ്ചായത്ത് ഭരണസമിതി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കിഴക്കേ സൈഡുകളിൽ വന്നിട്ടുള്ള പോരായ്മകളെല്ലാം ഇന്ന് വൈകുന്നേരത്തോടുകൂടി പരിഹരിക്കുമെന്നാണ് PDയുടെ പ്രതിനിധി നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്. അങ്ങനെ ഈ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എങ്കിൽ വീണ്ടും ഒരു തുടർ സമരം തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി ആസൂത്രണം ചെയ്യുക. പക്ഷേ നമുക്ക് കൃത്യമായി പഞ്ചായത്ത് ഭരണസമിതി ഓരോ അംഗങ്ങൾക്കും കൃത്യമായി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും കൃത്യമായ രീതിയിൽ ആളുകൾക്ക് നടന്നു പോകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും വാഹനങ്ങളിൽ അപകടം പറ്റാത്ത
തരുമെന്ന് തന്നെയാണ്, ഇന്ന് രാത്രിക്കുള്ളിൽ ഒരുക്കി തരുമെന്ന് തന്നെയാണ് പ്രൊജക്ട് ഡയറക്ടറുടെ പ്രതിനിധി നമുക്ക് പഞ്ചായത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വർക്കുകൾ തടയുന്നില്ല എന്ന് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.